നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിശോധിച്ചത് 35 വയസ്സുള്ള ഒരു വ്യക്തിക്ക് പെൻഷൻ കിട്ടാൻ എന്ത് ചെയ്യണം എന്നതായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം, വിവാഹം മുതലായ ആവശ്യങ്ങൾക്കുള്ള പണം കണ്ടെത്തുവാൻ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൂടെ എന്തൊക്കെ ചെയ്യണം, എത്ര തുക നമുക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ലഭ്യമാണ് മുതലായ കാര്യങ്ങളാണ്. ഇതിനുവേണ്ടി നമ്മളിവിടെ നോക്കുന്നത്, ഒരു വയസ്സുള്ള കുട്ടി 20 വർഷം കഴിയുമ്പോൾ ആ കുട്ടിക്ക് വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ ആവശ്യമായ തുക കിട്ടുവാൻ വേണ്ടി പ്രതിമാസം നമ്മൾ 5000 രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ കുട്ടിക്ക് 20 വയസ്സ് കഴിഞ്ഞ് എത്ര തുക വരെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നതാണ്. നമുക്കതിൻ്റെ കണക്കിലേക്ക് പോകാം. ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്ററാണ്. ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ തുകയും നിങ്ങളുടെ കുട്ടിയുടെ പ്രായവും വെച്ച് നിങ്ങൾക്ക് തന്നെ സ്വയമായി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ കാണുന്ന കാൽക്കുലേറ്റർ തന്നെ വേണമെന്നൊരു നിർബന്ധവുമില്ല. ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ള ഏതൊരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഈ ഉത്തരം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കണക്കിലേക്ക് വരാം. 5000 രൂപ പ്രതിമാസം കുട്ടിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരാൾക്ക് അടുത്ത 240 മാസത്തേക്ക് അദ്ദേഹം തുടർച്ചയായി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിവർഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർഷിക പലിശ എന്ന് പറയുന്നത് 15% ഇവിടെ എടുത്തിരിക്കുന്നത്. അത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വേണ്ട മറ്റൊരു കാര്യമുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളുടെ പല ഫണ്ടുകളിലും തുടങ്ങിയ കാലം മുതൽ ഇതുവരെ 20 കൊല്ലമോ 15 കൊല്ലമോ അതുപോലെയുള്ള ലോങ് ടൈമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 18, 20, 21% സിൻസ് ഇൻസെപ്ഷൻ റിട്ടേൺ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കണക്ക് കൂട്ടുവാൻ വേണ്ടി നമ്മൾ ആ ഹയർ റിട്ടേൺ എടുത്തിട്ടില്ല. ഏറ്റവും കുറച്ചിട്ട് ഒരു 15% വെച്ചിട്ടാണ് നമ്മളിവിടെ കണക്ക് കൂട്ടിയേക്കുന്നത്. അപ്പോൾ 15% പലിശ നിരക്ക് തുടർന്നങ്ങോട്ട് എല്ലാ വർഷവും കിട്ടുകയാണെങ്കിൽ നമുക്ക് കുട്ടിക്ക് 20 വർഷം കഴിയുമ്പോൾ എത്ര തുക കിട്ടിയിട്ടുണ്ടാകും നോക്കാം. ഇപ്പോൾ നമ്മൾ മൊത്തം അടച്ചേക്കുന്ന തുക 5000 രൂപ വീതം 240 മാസം, ആകെ 12 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. 20 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പലിശയും എല്ലാം കൂടെ ചേർത്തിട്ട് 75,79,774 രൂപ നിങ്ങളുടെ കുട്ടിയുടെ ആവശ്യത്തിലേക്ക് തിരികെ എടുക്കാൻ വേണ്ടി നമുക്കവിടെ കിട്ടുന്നുണ്ടാവും. ഇനി പലിശ നിരക്ക് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൂടിയ റിട്ടേൺ കിട്ടാനുള്ളൊരു സാധ്യതയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം മ്യൂച്വൽ ഫണ്ട് കൊണ്ട് ചെറിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ വലിയൊരു തുക കണ്ടെത്താം എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഈ പദ്ധതിയിൽ അംഗമാകുന്നതിനും തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്മുടെ ടീം നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം തന്നെ ചെയ്തു തരുന്നുണ്ടാവും. ഈ വീഡിയോ ഇതുവരെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപക്ഷെ അവർക്കും ഇത് പ്രയോജനപ്പെട്ടേക്കാം. ഇത്രയും നേരം കേട്ടിരുന്നതിന് നന്ദി. താങ്ക് യു.